മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് എത്തുന്ന സാഹചര്യം. ആദ്യത്തെ മലയാളിയാണ് എത്തുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് സോയൂസ് MS-29 പേടകത്തിൽ നിന്ന് 3 അംഗ സംഘം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. നാസയുടെ സഞ്ചാരിയായ അനിലിനൊപ്പം 2 റഷ്യൻ സഞ്ചാരികൾ കൂടിയുണ്ടായിരുന്നു. ഇനി 8 മാസമാണ്. 8 മാസത്തെ ദൗത്യത്തിന് ശേഷം അടുത്ത വർഷം ഏപ്രിലിലായിരിക്കും മടക്കയാത്ര. അജയിലേക്ക് തന്നെ പോകുന്നു. അജയ് 3.5 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ബഹിരാകാശത്തേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നു. ആദ്യമായി ഒരു മലയാളി സാന്നിധ്യം എത്തുന്നു. അനിൽ മേനോൻ എത്തുമ്പോൾ അത് മലയാളികളുടെ യശസ് കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു പാതി മലയാളി കൂടിയായിട്ടുള്ള അനിൽ മേനോൻ ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയായിരുന്നു. ഇന്നലെ കസക്കിസ്ഥാനിൽ വെച്ച് ഇന്ത്യൻ സമയം 8:17 ഈ സൂയസ് MS-29 എന്ന് പറയുന്ന പേടകം യാത്ര തിരിച്ചത്. അതിനുശേഷം രാത്രി ഏതാണ്ട് 11:26 ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്നു. 1:30 ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ ഒരു അരമണിക്കൂർ മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ 2 മണിക്ക് അനിൽ മേനോനും മറ്റ് സംഘാംഗങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. നാസയും അതുപോലെ തന്നെ റഷ്യയുടെ റോസ്കോസ്മോസും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഈ മിഷൻ നടപ്പിലാക്കുന്നത്. അനിൽ മേനോന്റെ കൂടെ സഞ്ചാരികളായിട്ടുള്ളത് റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രോത്തൻ ഡുബ്രോ അതുപോലെ തന്നെ അന്ന കിക്കിന എന്നീ സഞ്ചാരികളാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന 75 ദൗത്യ സംഘങ്ങളാണ് ഈ 3 പേരും. അനിൽ മേനോൻ നാസയെ പ്രതിനിധീകരിക്കുമ്പോൾ മറ്റ് 2 പേർ റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ഈ 74 ദൗത്യ സംഘം, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇവർ എത്തുമ്പോൾ ഉണ്ടായിരുന്ന 74 ദൗത്യ സംഘം ഈ വരുന്ന ഞായറാഴ്ചയാണ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. അതിനുശേഷം അനിൽ മേനോന്റെ സംഘത്തിന്റെ മറ്റ് പര്യവേഷണങ്ങളും കൂടുതൽ പരീക്ഷണങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഔദ്യോഗികമായി തന്നെ ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 8 മാസത്തോളം ഇവരുടെ ഗവേഷണങ്ങൾ നീണ്ടു നിൽക്കും. അടുത്ത വർഷം 2027 ഏപ്രിലോടെയായിരിക്കും ഇവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. പരീക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ബഹിരാകാശത്തുള്ള ഒരു മനുഷ്യന്റെ ശരീരഘടന, മറ്റ് ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങൾ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ഗവേഷണ വിധേയമാക്കും. അനിൽ മേനോന്റെ തൻ്റെ കരിയറിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള പല അറിവുകളും അദ്ദേഹം ഇതിനുവേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ബഹിരാകാശ വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം 20ലേറെ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം. അതിൽ നമ്മൾ എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയും കൃത്രിമ ബുദ്ധി രീതികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ അത് അനിൽ മേനോൻ ബഹിരാകാശത്ത് നടത്തും. അത് ഈ ഒരു പരീക്ഷണം അത് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്ര രംഗത്ത് അത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതെ തന്നെ ബഹിരാകാശത്ത് വെച്ച് അതിന് പരിഹാരം കാണാൻ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ സ്പേസിലുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ നിർമ്മാണം, ഇതിലൂടെ കൂടുതൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ, പിന്നെ കൃത്രിമ ബുദ്ധി, പിന്നെ മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ ഇവയ്ക്കൊക്കെ മുതൽക്കൂട്ടാകുന്നവയാണ് ഈ ഒരു സെമി കണ്ടക്ടറുകളുടെ ഒരു നിർമ്മാണം. ഇവയിലെല്ലാം അനിൽ മേനോൻ പങ്കാളിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഞാൻ അജയിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.